ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ക്രൗഡ് പുള്ളർ ഷാഫി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഷാഫിയെ പലരും പുള്ളി തൊട്ടുവെച്ചത്. ഷാഫി കൂടുന്നിടത്ത് ആൾ കൂടുന്നു. ഷാഫിയുടെ മേൽ വല്ലാണ്ട് കരിനിഴൽ ഇതുവരെ പതിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഷാഫി തന്നെയായിരിക്കും പ്രത്യേകിച്ച് മലബാറിലെ വലിയ ക്രൗഡ് പുള്ളറായി മാറുക എന്നാണ് തോന്നുന്നത്. ഏറ്റവും നല്ല DCC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു പ്രവീൺ കുമാർ. അദ്ദേഹത്തിൻ്റെ കൊയിലാണ്ടിയിലെ റോഡ് ഷോ അത് തുടങ്ങി വെക്കാൻ ഷാഫിയും അതോടൊപ്പം തന്നെ മുനവ്വർ അലി ശിഹാബ് തങ്ങളുമാണ് എത്തിയത്. ഷാഫി നൽകുന്ന പഞ്ചും ആവേശവും പാർട്ടിക്ക് തീർച്ചയായും മുതൽക്കൂട്ടാവുമെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കണ്ടു നോക്കും. ഉറപ്പായിട്ടും കൊയിലാണ്ടി ആഗ്രഹിക്കുന്ന മാറ്റം കേരളം ആഗ്രഹിക്കുന്ന മാറ്റത്തിന് കരുത്താവുമെന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട. കൊയിലാണ്ടി കാത്തിരുന്ന സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ. ഈ നാട് അറിയുന്ന ഒരാളാണ്, ഈ നാടിന്റെ മകനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല വോട്ടിന് ജയിക്കും. കേരളത്തിലെ ഭരണമാറ്റത്തിന് കരുത്തു പകർന്ന് കൊയിലാണ്ടി UDF-നൊപ്പം ഉണ്ടായിരിക്കും. കൊയിലാണ്ടിയിലെ മുഴുവൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു, ഇത്തവണത്തെ അവരുടെ അംഗീകാരം വോട്ട് അതൊക്കെ UDF-ന് പ്രവീൺ കുമാറിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ്, മികച്ച സ്ഥാനാർത്ഥിയാണ്. എല്ലാ നിലക്കും അദ്ദേഹം കൊയിലാണ്ടിയുടെ ഷാഫി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കൊയിലാണ്ടിയുടെ ഒരു മകനായി ഇവിടെ ഉണ്ട്. കൊയിലാണ്ടിയുടെ വികസനത്തിന് വേണ്ടിയും കൊയിലാണ്ടിയുടെ പുരോഗതിക്ക് വേണ്ടിയും അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹം വലിയ ജനകീയനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പുവരുത്താനുള്ള ആവേശം ഇന്നലെ മുതൽ തന്നെ പ്രഖ്യാപിച്ചുടൻ തന്നെ ഇന്ന് വലിയ ഒരു റോഡ് ഷോയുമായി വളരെ ആവേശത്തോടു കൂടി ജനപങ്കാളിത്തം നമ്മൾ കാണുകയാണ്. ഈ കൊയിലാണ്ടിയിൽ മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഉണ്ടാവുമെന്നതിനുള്ള ഒരു തെളിവാണ് ഈ ജനക്കൂട്ടം. ഏതായാലും ആ ആവേശത്തിലാണ് പ്രവീൺ കുമാറും കൊയിലാണ്ടിയും. ഒപ്പം ഈ കോംബോ ആയിരിക്കും മലബാറിൽ മിക്ക സ്ഥലത്തും പ്രവർത്തിക്കാൻ ഇറങ്ങുക എന്നതാണ് ഇത് നൽകുന്ന സൂചന. ഷാഫിയും മുനവ്വർ അലി തങ്ങളും അതോടൊപ്പം അവിടുത്തെ സ്ഥാനാർത്ഥിയും മറ്റ് പരമ്പരാഗത ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാക്കളിൽ നിന്ന് മാറി ഷാഫിയിലേക്ക് ഈ പറയുന്ന സംഗതികൾ എത്തിപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രത്യേകമായ ഇലക്ഷൻ ട്രെൻഡായി കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലുണ്ട്. അതിവിടെയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രചാരവേല കാണുമ്പോൾ മനസ്സിലാവുന്നത്.